നിങ്ങൾ നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ഇന്റിജേഴ്സ് പറഞ്ഞു. ഇന്റിജേഴ്സ് എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്, സീറോയും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഉപയോഗിച്ചൊരു നമ്പർ ലൈൻ വരയ്ക്കും. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന നമ്പർ ലൈൻ ആണ്. അപ്പൊ സീറോയ്ക്ക് വലത് ഭാഗത്തുള്ളത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, സീറോയ്ക്ക് ഇടത് ഭാഗത്തുള്ളത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സീറോയിൽ നിന്ന് വലുതോട്ട് പോകുമ്പോൾ നമുക്കറിയാം സാധാരണ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, അതിന്റെ വാല്യൂ കൂടിക്കൂടി വരും. ഇനി എന്താണ്? സീറോയിൽ നിന്ന് ഇടത്തോട്ട് പോകുന്തോറും വാല്യൂ ഡിക്രീസ് ചെയ്യുവാണ് അഥവാ കുറയുവാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ്? ഒരു -1 തരും, -2, -6, ഇതിൽ ഏതാണ് ഏറ്റവും ചെറുത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താണ്? വാല്യൂ ഡിക്രീസ് ചെയ്യുവാണ്, ഇടതോട്ട് പോകുന്തോറും ഡിക്രീസ് ചെയ്യുവാണ്. അപ്പൊ ഏറ്റവും ചെറുത് ഏതായിരിക്കും? -8 ആണ്. നിങ്ങൾ വാല്യൂ നോക്കി എഴുതരുത്. മൈനസ് സൈൻ ഉണ്ടെങ്കിൽ അതില് ഏറ്റവും ചെറുത് വരുന്ന ഏറ്റവും കൂടിയ സംഖ്യ ആയിരിക്കും. അപ്പൊ മൈനസ് ഏറ്റവും ചെറിയ വലിയ സംഖ്യയാണ് -1. അപ്പൊ നമ്മൾ ഈ നമ്പർ ലൈനിന്റെ കാര്യം ഓർമ്മ വേണം. ഇടതോട്ട് പോകുന്തോറും വാല്യൂ ഡിക്രീസ് ചെയ്യുവാണ്, വലതോട്ട് പോകുന്തോറും വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അത് നമ്മൾ സാധാരണ പഠിക്കുന്ന നമ്പർ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അപ്പൊ എന്താണ് നമ്പർ ലൈൻ? എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സ്, സീറോ, നെഗറ്റീവ് നമ്പർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലൈൻ ആണ് നമ്പർ ലൈൻ. അതിന്റെ വാല്യൂ ഇടത്തോട്ട് പോകുന്തോറും കുറയുന്നു, വലതോട്ട് പോകുന്തോറും കൂടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ആ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വെച്ച് വേണം ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഈ നമ്പർ ലൈൻ എന്താന്ന് പഠിച്ചു, അത് എങ്ങനെയാണ് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പഠിച്ചു. അപ്പൊ ഇടത്തോട്ട് പോകുന്തോറും എന്താണ്? വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. -3, -8, -1, 0. ഓക്കെ, ഇതില് ഏറ്റവും ചെറുത് എന്നാണ് ക്വസ്റ്റ്യൻ. -3, -8, -1, 0. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറുത് 0 എന്ന് പറഞ്ഞ് 0 എഴുതരുത്. ഇതില് മൈനസിന്റെ വാല്യൂ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇടത്തോട്ട് പോകുന്തോറും വാല്യൂ കുറയുകയാണ്. അപ്പൊ നമ്മൾ നോക്കാം, -8 ആണോ, -3 ആണോ, -1 ആണോ, 0 ആണോ? ഏറ്റവും എടുത്ത് കിടക്കുന്നത് -8 ആണ് അല്ലെ? അപ്പൊ ഏറ്റവും ചെറുത് ഏതാണ്? -8. ഓക്കെ, അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇനി ഏറ്റവും വലുത് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ എങ്ങനെ എഴുതും? ഏറ്റവും വലുത്. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ ആലോചിക്കുക. നമ്പർ ലൈനിന്റെ ഏറ്റവും വലതുവശത്തെ ഏതാണ് കിടക്കുന്നത്? 0-നേക്കാളും ചെറുതാണ് എന്തായാലും നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും വലുതായിട്ട് വരുന്നത് 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താന്ന് നോക്കാം. കേവല വില. കേവല വില എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചു പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു 2-നെ നമ്മൾ എഴുതുമ്പോൾ +2 എഴുതും അല്ലെ? +2 എഴുതും. -2-നെ നമ്മൾ -2 എഴുതും. അപ്പൊ ഇതിന്റെ കേവല വില ചോദിക്കുകയാണ്. +2-ന്റെ കേവല വില. ഈ ചിഹ്നം ഇല്ലാതെ എഴുതുന്നതാണ് കേവല വില. അപ്പൊ +2-ന്റെ കേവല വില എന്താണ്? +2-ന്റെ കേവല വില 2 ആയിട്ട് വരും അല്ലെ? ചിഹ്നം ഇല്ലാണ്ട് എഴുതുന്നത് = 2. -2-ന്റെ കേവല വില എന്താണ്? 2. അപ്പൊ നമ്മൾ ഈ നമ്പറിനെ ചിഹ്നം ഇല്ലാതെ എഴുതുന്നതാണ് കേവല വില. വേറൊരു എക്സാമ്പിൾ നോക്കാം. -4-ന്റെ കേവല വില എന്താണ്? ചിഹ്നം ഇല്ലാതെ എഴുതുക. -4 ആണ്. മൈനസിന് നമ്മൾ അങ്ങ് ഒഴിവാക്കി. അപ്പോ എന്താണ് വരുന്നത്? 4. അപ്പൊ -4-ന്റെ കേവല വിലയാണ് 4.